ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിൽസൺ കറന്റ് സോഴ്സ് സർക്യൂട്ടിനെ പറ്റിയാണ്. ഇത് ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് കറന്റ് സോഴ്സ് ആണ് യൂസിങ് കറന്റ് മിറർ ടെക്നിക്. കറന്റ് മിറർ ടെക്നിക് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് കറന്റ് സോഴ്സ് സർക്യൂട്ട് ആണ് ഈ വിൽസൺ കറന്റ് സോഴ്സ് എന്ന് പറയുന്നത്. വിൽസൺ കറന്റ് സോഴ്സിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കറന്റ് സോഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വിൽസൺ കറന്റ് സോഴ്സിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അത് ഒന്നാമത്തെ ഫീച്ചർ ആണ് വിൽസൺ കറന്റ് സോഴ്സിന്റെ ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ് വിൽസൺ കറന്റ് സോഴ്സിന്റെ ആദ്യത്തെ ഫീച്ചർ. സോ ദ ഫസ്റ്റ് ഫീച്ചർ ഓഫ് വിൽസൺ കറന്റ് സോഴ്സ് ഈസ് ഇറ്റ്സ് ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഈ നമ്മളെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ കറന്റ് സോഴ്സ് സർക്യൂട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിൽസൺ കറന്റ് സോഴ്സിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. സാധാരണ നമ്മൾ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കറന്റ് സോഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഐഡിയൽ കറന്റ് സോഴ്സിന്റെ കേസിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഒരു ഐഡിയൽ കറന്റ് സോഴ്സിന്റെ കേസിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അന്നേരം എത്രത്തോളം ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കൂടാവോ കറന്റ് സോഴ്സ് അത്രയും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും. സോ വിൽസൺ കറന്റ് സോഴ്സിന്റെ കേസിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹയർ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്. അതാണ് വിൽസൺ കറന്റ് സോഴ്സിന്റെ ഒരു അഡ്വാൻറ്റേജും ഒരു ഫീച്ചറും. ഈ ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വിൽസൺ കറന്റ് സോഴ്സിന് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ there is a negative feedback due to ട്രാൻസിസ്റ്റർ Q3. ഈ Q3 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ മൂലം ഈ ഒരു കറന്റ് സോഴ്സ് സർക്യൂട്ടിന് എന്ത് കിട്ടുന്നുണ്ട്? ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അതുമൂലമാണ് ഈ ഒരു കറന്റ് സോഴ്സിന് വിൽസൺ കറന്റ് സോഴ്സ് സർക്യൂട്ടിന് എന്ത് കിട്ടുന്നത്? ഒരു ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. കൂടാതെ ഈ വിൽസൺ കറന്റ് സോഴ്സിൽ ഒരു ബേസ് കറന്റ് ക്യാൻസലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുമൂലം ഈ IC2 എന്ന് പറയുന്ന അല്ലെങ്കിൽ I2 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് ഐ റെഫറൻസിന്റെ അത്രയും ഐ റെഫറൻസിന്റെ സെയിം കറണ്ട് നമുക്ക് ഇവിടെ കിട്ടും, ഈ I2ൽ കിട്ടും. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ്, വിൽസൺ കറന്റ് സോഴ്സിന്റെ അടുത്ത ഒരു പ്രത്യേകതയാണ് ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ബേസ് കറന്റ് ക്യാൻസലേഷൻ. എന്താണ് ബേസ് കറന്റ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്, വിൽസൺ കറന്റ് സോഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഈ ബേസ് കറന്റ് ക്യാൻസലേഷൻ മെത്തേഡ് മൂലം ഇറ്റ് മേക്കിംഗ് I2 നിയർലി ഈക്വൽ ടു ഐ റെഫറൻസ്. I2 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഏതിനെ നിയർലി ഈക്വൽ ആക്കും? ഐ റെഫറൻസ് എന്ന് പറയുന്ന കറണ്ടിനെ നിയർലി ഈക്വൽ ആക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിന്റെ സർക്യൂട്ട് അനാലിസിസിലോട്ട് പോകാം. അന്നേരം സർക്യൂട്ട് അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ നോഡ് ബിയിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? KCL അപ്ലൈ ചെയ്യാം. അന്നേരം നോഡ് ബി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോഡ് ബിയിലോട്ട് ഏതൊക്കെ കറണ്ട് എൻ്റർ ചെയ്യുന്നത്? ഐ റെഫറൻസ് എന്ന് പറയുന്ന ഒരു കറണ്ട് നോഡ് ബിയിലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. നോഡ് ബിയിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടാണ് IC1ഉം അതേപോലെ IB2. അന്നേരം നമുക്ക് നോഡ് ബിയിൽ ഈ KCL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഐ റെഫറൻസ് ഇസ് ഈക്വൽ ടു IC1 പ്ലസ് IB2 എന്ന് എഴുതാം. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഈ നോഡ് ബിയിൽ KCL അപ്ലൈ ചെയ്തു. KCL അപ്ലൈ ചെയ്തതിന് ശേഷം ഐ റെഫറൻസ് ഇസ് ഈക്വൽ ടു IC1 പ്ലസ് IB2 എന്ന് എഴുതി. ഐ റെഫറൻസ് ഇസ് ഈക്വൽ ടു IC1 പ്ലസ് IB2 എന്ന് എഴുതി. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു IE2 എന്ന് പറയുന്ന ഈ ഒരു എമിറ്റർ കറണ്ടിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? ഈ വരുന്ന എമിറ്റർ കറണ്ട് ഇവിടെ രണ്ടായിട്ട് തിരിയുന്നു അല്ലേ? ഇങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങോട്ടും പോകുന്നു. അന്നേരം ഈ വരുന്ന എമിറ്റർ കറണ്ടിനെ IE2 എന്ന് പറയുന്ന ഈ ഒരു കറണ്ടിനെ നമുക്ക് IC3 പ്ലസ് ഈ കറണ്ട് എന്ന് എഴുതാം. IC3 പ്ലസ് ഈ കറണ്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ രണ്ടായിട്ട് പോകുന്നില്ലേ? IB1ഉം IB3യുമായിട്ട് പോകുന്നില്ലേ? സോ നമുക്ക് IC3 പ്ലസ് IB1 പ്ലസ് IB3 എന്ന് എഴുതാം. അന്നേരം നമ്മൾ ഈ ഒരു എമിറ്റർ കറണ്ടിനെ നമ്മൾ എങ്ങനെ എഴുതി? IC3 പ്ലസ് IB1 പ്ലസ് IB2 എന്ന്. ഇനി ഒരു കാര്യം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ Q1ഉം ഈ Q2 അതേപോലെ ഈ Q2ഉം ഈ Q3യും ഈ മൂന്ന് ട്രാൻസിസ്റ്റേഴ്സും ഐഡന്റിക്കൽ ട്രാൻസിസ്റ്റർ ആണ്. ഐഡിയൽ ആയിട്ട് നമ്മൾ ഈ വിൽസൺ കറന്റ് സോഴ്സ് ഫോം ചെയ്യുന്ന സമയത്ത് Q1, Q2, Q3 ഈ മൂന്ന് ട്രാൻസിസ്റ്റേഴ്സും നമ്മൾ എന്തായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്? ഐഡന്റിക്കൽ ട്രാൻസിസ്റ്റേഴ്സ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അന്നേരം ഐഡന്റിക്കൽ ട്രാൻസിസ്റ്റേഴ്സ് ആണെങ്കിൽ ഈ Q1ന്റെയും Q2ന്റെയും Q3യുടെയും ഈ മൂന്ന് ട്രാൻസിസ്റ്റേഴ്സിന്റെയും ബേസ് കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എഴുതാം IB1 ആദ്യത്തെ ട്രാൻസിസ്റ്ററിന്റെ ബേസ് കറണ്ട് ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ബേസ് കറണ്ട് ഇസ് ഈക്വൽ ടു മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിന്റെ ബേസ് കറണ്ട്. ഐഡന്റിക്കൽ ആവുന്ന സമയത്ത് ഈ മൂന്ന് ട്രാൻസിസ്റ്റേഴ്സിന്റെയും ബേസ് എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നതും അതേപോലെ ബേസ് കറണ്ട് എന്ന് പറയുന്നതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് IB1 is equal to IB2 is equal to IB3 is equal to IB എന്ന് എടുക്കാം. അന്നേരം ഇതിനകത്ത് ഈ IB1നും ഈ IB2നും പകരം നമുക്ക് എന്തിടാം? IB ഇടാം. അതേപോലെ ഈ IB2ന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? IB എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അന്നേരം എന്താ നോക്കി,
നമ്മൾ ഇതിനകത്ത് ഈ IB1 IB2 പകരം IB ഇട്ട് കഴിഞ്ഞാൽ IE2 is equal to IC3 plus 2 times IB എന്നാവത്തില്ലേ. IB1 plus IB3 IB plus IB that is 2IB എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അതേപോലെ നമുക്ക് ഈ IE2 ഇപ്പം ഞാൻ IE2 is equal to ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പോകുന്ന രീതിയിലാണ് എഴുതിയത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലാവും. ഈ IE2 എന്ന് പറയുന്നത് ആ കുറച്ച് കറണ്ട് ബേസിൽ കൂടെ വരുന്ന കറണ്ടിന്റെയും ഈ കളക്ടർ കറണ്ടിന്റെയും കൂടെ സം അല്ലേ ഇവിടെ വരുന്ന ഈ ഒരു IE2 എന്ന് പറയുന്ന എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് IE2 എന്ന് പറയുന്നത് നമുക്ക് എന്തിന്റെയൊക്കെ സമ്മായിട്ട് എഴുതാം? IC2 അതേപോലെ IB2 സമ്മായിട്ട് എഴുതാം. IE2 is equal to IB2 plus IC2 എന്ന് അന്നേരം IE2 is equal to IC2 plus IB2 എന്ന് എഴുതി. ഈ IB2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ IB തന്നെയാണ് അല്ലേ. അന്നേരം ഞാനിവിടെ IE2 is equal to IC2 plus IB എന്ന് എഴുതി. ഇതിൽ നിന്നും വേണമെങ്കിൽ എനിക്ക് IC2 എന്ന് പറയുന്നത് IE2 minus IB എന്ന് എഴുതാലോ. അന്നേരം IC2 is equal to IE2 minus IB എന്ന് എഴുതി. ഇനി ഇതിനകത്ത് ഈ IE2 പകരം എനിക്ക് നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ഞാൻ ഇവിടെ കണ്ടുപിടിച്ച ഈ IE2 വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? IC3 plus 2 times IB എന്ന് പറയുന്നത് എനിക്ക് എങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ എന്താണ് E2 പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അന്നേരം ഇത് എന്ത് തന്നെയാണ്? IE2 തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. IE2 is equal to IC3 plus 2 times IB എന്ന്. അന്നേരം ഈ 2IB എന്ന് IB പോകുമ്പോഴത്തേക്കും പ്ലസ് IB എന്ന് എഴുതാം. അന്നേരം IC2 is equal to IC3 plus IB എന്ന് എഴുതാം. ഇനി നമ്മളിവിടെ ഇത് ഡെറൈവ് ചെയ്ത സമയത്ത് വി ആർ കൺസിഡറിങ് ദ ട്രാൻസിസ്റ്റേഴ്സ് ആർ ഐഡന്റിക്കൽ അല്ലെ. ഈ 3 ട്രാൻസിസ്റ്റേഴ്സും എന്താണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തത്? ഐഡന്റിക്കൽ ട്രാൻസിസ്റ്റേഴ്സ് ആണെന്നാണ് കൺസിഡർ ചെയ്തത്. അന്നേരം ഇതിന്റെ ബേസ് എമിറ്റർ വോൾട്ടേജും ഇതിന്റെ ബേസ് എമിറ്റർ വോൾട്ടേജും ഈക്വൽ ആണ്. സോ ഈ IC1 അതേപോലെ ഈ IC3 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് എഴുതാം, സിൻസ് ദ ട്രാൻസിസ്റ്റേഴ്സ് ആർ ഐഡന്റിക്കൽ IC3 is equal to എന്തെന്ന് എഴുതാം? IC1 എന്ന് വെച്ചാൽ ഈ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ കറണ്ടും ഈ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ കറണ്ടും എന്താണ് എന്നെടുക്കാം? ഈക്വൽ ആണെന്ന് എടുക്കാം. അന്നേരം എന്താ നോക്കേ, ഇത് രണ്ടും നമ്മൾ ഈക്വൽ ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ IC3 പകരം എനിക്ക് വേണമെങ്കിൽ എന്തെന്ന് എഴുതാൻ പറ്റും? IC1 എന്ന് എഴുതാൻ പറ്റും. ഈ IC3 പകരം എനിക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? IC1 എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇതിന് പകരം എനിക്ക് വേണമെങ്കിൽ എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? IC1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. IC2 is equal to എന്താണ്? IC1 plus IB എന്ന് കിട്ടി അല്ലേ. ഇനി നമ്മൾ നേരത്തെ എഴുതിയ ആദ്യത്തെ ഒരു ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. I reference is equal to IC1 plus IB2. IB2 പകരം വേണമെങ്കിൽ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? IB എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അന്നേരം എന്താ നോക്ക്, I reference എന്ന് പറയുന്നത് IC1 plus IB. ഇവിടെ നോക്ക്, IC2 is equal to എന്താണ്? IC1. ഈ IC3 പകരം എന്തെന്ന് കൊടുക്കാം? IC1 plus IB. അന്നേരം ഇവിടെ IC1 plus IB, ഇവിടെയും IC1 plus IB. സോ ഇതിന്റെ രണ്ടിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ ഈ I reference is equal to നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? ഈ IC2 എന്ന് എഴുതാം. സോ നമുക്ക് ഈ രണ്ടും കൂടെ ഇക്വേഷൻ 4ഉം ഇക്വേഷൻ 1ഉം കൂടെ ഞാൻ കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്തതിന് ശേഷം എനിക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? IC2 is equal to I reference എന്ന് എഴുതാൻ പറ്റും. IC2 പകരം ഞാൻ എന്താ കൊടുത്തേക്കുന്നത്? I2 എന്ന് എഴുതാൻ പറ്റും. സോ IC2 is equal to I reference is equal to I2 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇതിൽ നിന്നും നമ്മൾ എന്താണ് പ്രൂവ് ചെയ്തത്? വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് അണ്ടർ ഐഡിയൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് അല്ലെ, ഐഡിയൽ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തത്. ട്രാൻസിസ്റ്റേഴ്സ് എല്ലാം ഐഡന്റിക്കൽ ആണെന്നൊക്കെയാണ് നമ്മൾ എടുത്തത്. സോ വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് അണ്ടർ ഐഡിയൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് the output current I2, ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്ന I2 എന്ന് പറയുന്ന ഈ കറണ്ട് is exactly equal to the എന്താ? റഫറൻസ് കറണ്ട് I reference. അന്നേരം I2 is exactly equal to എന്ത്? റഫറൻസ് കറണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു അല്ലേ. അത് തന്നെയല്ലേ വിൽസൺ കറണ്ട് സോഴ്സിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് എക്സാക്ട്ലി ഈക്വൽ ടു എന്ത് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്? റഫറൻസ് കറണ്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇത് നമ്മളിപ്പോ ഈ ഡെറൈവ് ചെയ്ത എല്ലാം ഐഡിയൽ കേസിലാണ്. പക്ഷേ പ്രാക്ടിക്കൽ സെഷൻ അല്ലെങ്കിൽ പ്രാക്ടീസിലോട്ടൊക്കെ വരികയാണെങ്കിൽ ദ ട്രാൻസിസ്റ്റേഴ്സ് ആർ നോട്ട് എക്സാക്ട്ലി മാച്ചിങ്. ഈ ട്രാൻസിസ്റ്റേഴ്സ് ഒന്നും എന്തല്ല? എക്സാക്ട്ലി മാച്ചിങ് അല്ല. ഹെൻസ് കംപ്ലീറ്റ് ക്യാൻസലേഷൻ ഓഫ് ബേസ് കറന്റ് വിൽ നോട്ട് ടേക്ക് പ്ലേസ് ഡ്യൂ ടു I2 ആൻഡ് I reference വിൽ നോട്ട് ബി എക്സാക്ട്ലി ഐഡന്റിക്കൽ. അന്നേരം ഇത് എന്താണ്? പെർഫെക്റ്റ് മാച്ചിങ് ഒന്നും
ഇതിനകത്ത് എന്താണ് പ്രാക്ടിക്കൽ കേസ് നടക്കത്തില്ല. ഓരോ ട്രാൻസിസ്റ്റേഴ്സിലും ചെറിയ ചെറിയ ഡിഫറൻസ് മറ്റു കാര്യങ്ങളും കാണും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ബേസ് കറണ്ടിന്റെ ക്യാൻസലേഷൻ, കംപ്ലീറ്റ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം I2 എന്ന് പറയുന്നത് എന്താവത്തില്ല, ഐ റെഫറൻസിന്റെ ഈക്വൽ ആവത്തില്ല. പക്ഷേ അവിടെ ഒരു ചെറിയ ഡിഫറൻസ്, വെരി സ്മാൾ ഡിഫറൻസ് മാത്രമേ കാണൂ. എന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായിരിക്കും, ഐ റെഫറൻസ് തന്നെയായിരിക്കും പ്രാക്ടിക്കൽ കണ്ടീഷൻ. പിന്നെ നമ്മൾ ഈ ഇതിനകത്ത് പറഞ്ഞു, ഈ വിൽസൺ കറന്റ് സോഴ്സിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അല്ലെ. ഇതിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ലെസ് സെൻസിറ്റീവ് ടു ബേസ് കറന്റ്സ് ഓഫ് ദ ട്രാൻസിസ്റ്റർ. അതുകൊണ്ട് ഇതെന്താണ്, ലെസ് സെൻസിറ്റീവ് ആണ് ബേസ് കറന്റ്. സോ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽസൺ കറന്റ് സോഴ്സ് ഹാസ് ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഇറ്റ് ഈസ് ലെസ് സെൻസിറ്റീവ് ടു ബേസ് കറന്റ്സ് ഓഫ് ദ ട്രാൻസിസ്റ്റർ. വിൽസൺ കറന്റ് സോഴ്സിന്റെ വേറൊരു പ്രത്യേകതയാണ് ഇറ്റ് ഹാസ് ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഇറ്റ് ഈസ് ലെസ് സെൻസിറ്റീവ് ടു ദ ബേസ് കറന്റ്സ് ഓഫ് ദ ട്രാൻസിസ്റ്റർ. സോ we can conclude the Wilson current source making its advantages അല്ലെ. നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞ് നമുക്ക് ഈ ഒരു വിൽസൺ കറന്റ് സോഴ്സിനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് വിൽസൺ കറന്റ് സോഴ്സ്? ഫസ്റ്റ് വൺ ഈസ് ഇറ്റ്സ് ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഇതിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലെസ് സെൻസിറ്റീവ് ഓർ ലോ സെൻസിറ്റീവ് ടു ട്രാൻസിസ്റ്റർ ബേസ് കറന്റ്. ട്രാൻസിസ്റ്ററിന്റെ ബേസ് കറന്റ് എന്താണ്, ലെസ് സെൻസിറ്റീവ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഇത്, ട്രാൻസിസ്റ്ററിനകത്ത് എന്താണ് ബേസ് കംപ്ലീറ്റ് ക്യാൻസലേഷൻ ഓഫ് ബേസ് കറണ്ട് ഒക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഐഡിയൽ കേസിൽ നടക്കുന്നുണ്ട്, പ്രാക്ടിക്കലിൽ നടക്കുന്നുണ്ടെങ്കിലും എന്താണ് കംപ്ലീറ്റ് ഒന്നുമായിട്ട് ക്യാൻസൽ ആയില്ലെങ്കിലും വി ക്യാൻ സേ ലൈക്ക് ദിസ്, ഇറ്റ് ഈസ് ലെസ് സെൻസിറ്റീവ് ടു ട്രാൻസിസ്റ്റർ ബേസ് കറണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിൽസൺ കറന്റ് സോഴ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ ഒരു ലെക്ചർ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സുമായി കാണാം.